ഈ വർഷം തിയേറ്റർ റിലീസിന് വന്ന പ്രഭാസിൻ്റെ സിനിമയാണ് നമ്മുടെ കൽക്കി എന്ന് പറഞ്ഞ സിനിമ. പ്രഭാസ് മാത്രമല്ല, ദീപിക പദുക്കോൺ, അതുപോലെ തന്നെ നമ്മുടെ അന്ന ബെന്നെ, ശോഭന ചേച്ചി, അതുപോലെ തന്നെ നമ്മുടെ അമിതാഭ് ബച്ചൻ, കമൽ ഹാസൻ, അങ്ങനെ കുറേ കാസ്റ്റ് ഉണ്ട് സിനിമയിൽ. പിന്നെ കുറച്ച് കേമിയോസും ഉണ്ട്. അത് പറഞ്ഞാൽ സ്പോയിലേഴ്സ് ആവും സിനിമ കാണാത്തവർക്ക്. എന്തായാലും സിനിമയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് നമുക്ക് പരിശോധിക്കാം. 7 ദിവസത്തെ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ സിനിമ കേരളത്തിൽ നിന്ന് 2,86,00,000 സിനിമ നേടിയെടുത്തത്. രണ്ടാം ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 2,73,00,000. അതുപോലെ തന്നെ മൂന്നാം ദിവസത്തെ 3,11,00,000. നാലാം ദിവസം സിനിമ ഞായറാഴ്ചയായിട്ട് അത്യാവശ്യം നല്ലൊരു കളക്ഷനാണ്, 4,05,00,000. അതുപോലെ തന്നെ സിനിമയ്ക്ക് അഞ്ചാം ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച ദിവസം 1,75,00,000. അതുപോലെ തന്നെ സിനിമയ്ക്ക് ആറാം ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ചൊവ്വാഴ്ച 1,57,00,000. സിനിമ അങ്ങനെ 6 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ 16 കോടിയുടെ അടുത്താണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇനി സിനിമയുടെ ഏഴാം ദിവസം ബുധനാഴ്ച ദിവസം രാത്രി 10 മണി വരെയുള്ള ട്രാക്കിംഗ് വന്നിട്ടുണ്ട് EOD കളക്ഷനായിട്ട്. 1 കോടിയും അതുപോലെ തന്നെ 18,00,000 EOD കളക്ഷൻ്റെ കേരള ബോക്സ് ഓഫീസിൽ സിനിമയ്ക്ക് ഏഴാം ദിവസം നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് ബുധനാഴ്ച ദിവസം. അത്യാവശ്യം നല്ലൊരു കളക്ഷൻ തന്നെയാണ് കേരള ബോക്സ് ഓഫീസിലും കാണാൻ സാധിക്കുന്നത്. നമ്മുടെ പ്രഭാസിൻ്റെ തന്നെയായ സലാർ എന്ന സിനിമേൻ്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ തകർത്തിരിക്കുകയാണ് ഇതുവരെയുള്ള കളക്ഷൻ. ഇനി നമുക്ക് തകർക്കാൻ പോകുന്നത് RRR എന്ന് പറഞ്ഞ രാജമൗലി സിനിമേൻ്റെയാണ്. അതിനുശേഷം സിനിമ എന്തായാലും ഒരു ഷുവർ ഷോട്ടായിട്ട് 30 കോടി നിസ്സാരമായിട്ട് കൈവരിക്കുമെന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് ഈ കളക്ഷൻ കാണുമ്പോൾ. എന്തായാലും നമുക്ക് ആ ഒരു കളക്ഷനിലായിട്ട് കാത്തിരിക്കേണ്ടി ചെയ്യാം. നമുക്ക് സിനിമയുടെ 6 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 615 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്റേഴ്സിൽ അത്യാവശ്യം നല്ല രീതിയിൽ തള്ളി വിടുന്നുണ്ട് സ്കാം ആയിട്ട്. ഓൾമോസ്റ്റ് 700 കോടി കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് ഒരു പോസ്റ്റേഴ്സിൽ പറയുന്നത്. കഴിഞ്ഞ ലേറ്റസ്റ്റ് വന്ന പോസ്റ്ററിൽ 555 കോടി കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇവർ തള്ളിയാണ് പല കളക്ഷനും പറയുന്നത് ഒഫീഷ്യലായിട്ട്. അതൊരു സ്കാമാണ്. നമ്മളത് തലപതിൻ്റെ പടത്തിലും കണ്ടതാണ്, കഴിഞ്ഞ വർഷം വന്ന സിനിമകളിൽ. ഈവൻ ലിയോ സിനിമയിലും നല്ലൊരു തള്ളിയ കളക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. ജെന്യുവനായിട്ട് കളക്ഷൻ ഒഫീഷ്യലായി പ്രൊഡക്ഷൻ കമ്പനി പോലും പറയാത്ത അവസ്ഥയാണ്. പക്ഷേ നമ്മുടെ വിജയ് സേതുപതിയുടെ 50ാമത്തെ സിനിമയായ മഹാരാജ എന്ന സിനിമേൻ്റെ ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ജെന്യുവനായൊരു പോസ്റ്റർ തന്നെയാണത്. സിനിമ ഒഫീഷ്യലായിട്ട് 100 കോടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തോടെയായിരുന്നു സിനിമയുടെ ഒഫീഷ്യൽ 100 കോടി പോസ്റ്റർ. സിനിമ ടീം തന്നെ ജെന്യുവനായൊരു പ്രൊഡക്ഷൻ കമ്പനി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അവരുള്ളതുപോലെ തന്നെ സിനിമയുടെ കംപ്ലീറ്റ് ചെയ്ത ആ ഒരു 100 കോടി പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട്. ജെന്യുവനായ കളക്ഷൻ പുറത്തിറങ്ങി. വെറുതെ തള്ളി ആൾക്കാർ തിയേറ്റർ സ്ക്രീൻസിലോട്ട് കയറ്റാനായിട്ട് ഒരു കളക്ഷൻ വിടരുത്. ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ ഹാൻഡിലാണ് ആ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തിട്ടിരിക്കുന്നത്. സിനിമ 700 കോടിന് മുകളിൽ കളക്ഷൻ നേടിയെന്ന്. എന്തായാലും സിനിമ 2 ദിവസം കഴിഞ്ഞാലേക്കും ആ ഒരു കളക്ഷൻ എത്തുക. അതിന് മുമ്പ് അവർ 1000 കോടി കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയും. എന്തായാലും തള്ളി സിനിമ കുറേ നേടുന്നുണ്ട് സ്കാമായിട്ട്. എന്തായാലും സിനിമയുടെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടായിട്ട് കാത്തിരിക്കുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് സിനിമയുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക. കൂടുതൽ സിനിമ അപ്ഡേറ്റ്സിനായിട്ടും കളക്ഷൻ അപ്ഡേറ്റ്സിനും ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സിറ്റി ചാനലിൽ അടുത്ത സിനിമാ വിശേഷങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും.